നാട്ടിൽ നിരീശ്വരവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യുക്തിവാദികൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് ആറാടി ജീവിക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ. നമ്മുടെ നാട്ടിലെ ഭൗതികവാദികളൊക്കെ അവരുടെ ബുദ്ധി വെച്ചുകൊണ്ട് വലിയ വലിയ ചോദ്യചിഹ്നങ്ങളുമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. ദൈവമുണ്ടെങ്കിൽ എന്തിനാണിങ്ങനെ? ദൈവമാണിത് ചെയ്യുന്നതെങ്കിൽ ഇതെന്ത് ദൈവമാണ്? എത്രത്തോളം ക്രൂരനാണ് ദൈവം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരു പ്രദേശത്തെ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് മായ്ച്ചു കളയാൻ മാത്രം ആ നാട്ടിലെ ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദൈവം അവരോടിങ്ങനെ, ദൈവമുണ്ടെങ്കിൽ ദൈവം അവരോടിങ്ങനെ ക്രൂരമായി പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്, ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു രസമാണ്, അതൊരു ആനന്ദമാണ്, ആളുകൾക്ക് അതൊരു ലഹരിയാണ്. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ എന്താണ്? വസ്തുതകൾ എന്താണ്? ദൈവമില്ലെന്ന് വിചാരിക്കുക, ദൈവം എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് വിചാരിക്കുക, അത് ഏതോ ആളുകളുടെ പുസ്തകങ്ങളിലെ കെട്ടുകഥകളാണ് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള വിശദീകരണങ്ങൾ എന്താണ്? നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? ആരോടാണ് ഇതിനെ തൊട്ട് കാവൽ ചോദിക്കേണ്ടത്? ആരോടാണ് ഇതിന്റെയൊക്കെ വിശദീകരണങ്ങൾ ചോദിക്കേണ്ടത്? ദൈവമെന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള വിശദീകരണം എന്താണ്? ഇതെന്തിനു സംഭവിക്കുന്നു? ഇതാര് ചെയ്യുന്നു? ആർക്കും തടുക്കാനാകാതെ ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിട്ട്, ഈ ദുരന്തത്തിന്റെ തൊട്ട് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിട്ട്, നമ്മളിപ്പോഴും നഷ്ടപ്പെട്ട ആളെവിടെ? മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശേഷക്രിയ ചെയ്യാൻ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ആ ചെറുപ്പക്കാരൻ എവിടെ? എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്, എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്, സാങ്കേതിക വിദ്യകളുണ്ട്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഗ്രഹങ്ങളിലുള്ളത് എന്താണ് എന്ന് നമ്മൾ പഠിക്കും, നമ്മൾ നിരീക്ഷിക്കും. അവിടേക്ക് നമ്മൾ നമ്മുടെ പ്രതിനിധികളെ, മനുഷ്യന്റെ പ്രതിനിധികളെ പറഞ്ഞയക്കും. അവിടെയൊക്കെ ജീവിക്കാൻ വല്ല സാധ്യതകളും, മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ പോയി അവിടെ ജീവിക്കാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പഠിക്കും. പക്ഷേ കോഴിക്കോട്ടങ്ങാടിൽ നിന്ന് ലോറി കയറിപ്പോയ ഒരു ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം കാണാതെയാകുമ്പോൾ അയാൾ എവിടെയെന്ന ചോദ്യത്തിന് 10-15 ദിവസം നമ്മളൊക്കെ കെട്ടിമറിഞ്ഞിട്ടും ഒരു ഉത്തരവും കാണാതെ അന്തം വിട്ട് നിൽക്കുകയും ചെയ്യും. മനുഷ്യനെ ദുരന്തങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അഹങ്കാരികൾക്ക് എത്ര ബോധ്യപ്പെട്ടില്ലെങ്കിലും, ധിക്കാരികൾക്ക് എത്ര മനസ്സിലായില്ലെങ്കിലും, നിരീശ്വരവാദികൾക്ക് അവരുടെ യുക്തി പ്രവർത്തിച്ചില്ലെങ്കിലും മനുഷ്യനെ ദുരന്തങ്ങൾ ബോധ്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട പാഠം മനുഷ്യന്റെ ദുർബലതയെക്കുറിച്ചാണ്, മനുഷ്യന്റെ പരിമിതികളെക്കുറിച്ചാണ്, മനുഷ്യന്റെ കഴിവില്ലായ്മയെക്കുറിച്ചാണ്, മനുഷ്യന്റെ നിസ്സഹായതയെക്കുറിച്ചാണ്. നമ്മൾ കൈകൾ മലർത്തി എന്നെ കൊണ്ട് ഒന്നിനും ആകുന്നില്ലല്ലോ ഇതൊക്കെ സംഭവിക്കുമ്പോ, ഒന്ന് സംഭവിച്ചു, ഇനി നാളെ സംഭവിക്കാതിരിക്കാൻ, നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇനിയും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കാൻ, വീണ്ടും ഒരു വെള്ളപ്പൊക്കം വരാതിരിക്കാൻ, ഒരു പ്രകൃതി ദുരന്തം കൂടി സംഭവിക്കാതിരിക്കാൻ, നൂറുകണക്കിന് മനുഷ്യർ കൂടി ഇതുപോലെ ദുരന്തത്തിൽ അകപ്പെടാതിരിക്കാൻ മതമില്ലെന്ന് പറയുന്നവന്റെ കയ്യിലുള്ള മാർഗം എന്താണ്? ദൈവമില്ലെന്ന് പ്രചരിപ്പിക്കുന്നവന്റെ കയ്യിലുള്ള അതിനുള്ള മരുന്നെന്താണ്? അവർക്ക് പറയാനുള്ള വഴി എന്താണ്? ഇവിടെയാണ് മനുഷ്യന്റെ ദുർബലതയുടെ മുമ്പിലാണ് മതത്തിന് പ്രസക്തിയുള്ളത്, മനുഷ്യന്റെ നിസ്സഹായതയുടെ മുമ്പിലാണ് വിശ്വാസങ്ങൾക്കും ദൈവത്തിനും ഇസ്ലാമിനും പ്രാധാന്യമുള്ളത്, ഗൗരവമുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു നമ്മളോട് പറഞ്ഞു എന്തുകൊണ്ടാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് പ്രകൃതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാവുക? ഒരു പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടിട്ട് കുറെ മനുഷ്യർ മരണപ്പെടുമ്പോ അതൊക്കെ പടച്ചോന്റെ ശിക്ഷയാണ് അല്ല ഞാൻ ശ്രമിക്കുന്നത്, അള്ളാഹുവിന്റെ ശാപത്തിന്റെ ഭാഗമായി, അള്ളാഹുവിന്റെ കോപത്തിന്റെ ഭാഗമായി, അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഭാഗമായി ലോകത്ത് പ്രകൃതി ദുരന്തങ്ങൾ ചരിത്രത്തിൽ മുമ്പ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ എന്താണ്? എന്റെ സ്വഭാവത്തിലോ എന്റെ പെരുമാറ്റങ്ങളിലോ എന്റെ പ്രവർത്തനങ്ങളിലോ ഞാൻ കാരണമായി എന്റെ ഗ്രാമത്തിലെ നൂറുകണക്കിന് ആളുകൾ കഷ്ടത്തിലും ദുരിതത്തിലും പ്രയാസത്തിലും ആകാതിരിക്കാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യമാണ്, ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരേണ്ടത്. അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അദാബ് വന്നിറങ്ങുമ്പോൾ, പടച്ചോന്റെ ശിക്ഷ ഉണ്ടാകുമ്പോൾ അത് അക്രമികൾക്ക് മാത്രമായിട്ടല്ല റബ്ബിന്റെ അടുക്കൽ നിന്ന് അദാബ് ഉണ്ടാവുക, റബ്ബിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ ഉണ്ടാവുക. അത് പൊതുവായി സംഭവിക്കുന്നതാണ്, ഒരു നാടിന് പൊതുവായി സംഭവിക്കുന്നതാണ്, ഒരു നാടിന് പൊതുവായിട്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അദാബ് ഉണ്ടാവുക. ഞാൻ ആവർത്തിച്ചു പറയുന്നു, സംഭവിച്ച ദുരന്തം ദൈവിക ശിക്ഷയാണ് എന്ന് എന്റെ വാക്കുകളിലില്ല, ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ മനുഷ്യർക്ക് അല്ലാഹു ഇത്തരം ദൃഷ്ടാന്തങ്ങളിലൂടെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. രണ്ട്